ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നാളെ ജൂലൈ 4 ഷെഫിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെഫിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഓൾറെഡി എൻ്റെ ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ ഗിഫ്റ്റ് ആമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇപ്പം നാത്തൂനുണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങനെ സ്കൂട്ടറിൽ ബാക്കി ഗിഫ്റ്റ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ടാറ്റ. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല കേട്ടോ. അറിയാം, കുറച്ച് അറിയാം, എന്നാലും വെട്ടലുണ്ട്. അപ്പോൾ ഇനിയിപ്പം പഠിക്കാൻ പോകണം. പാപ്പാ ഈ വന്നേ, എന്നെ സ്കൂട്ടർ ഓടിപ്പിക്കുവോ? എന്നെ സ്കൂട്ടർ ഓടിപ്പിക്കുവാ? സ്കൂട്ടർ ഓടിപ്പിക്കാം. ഹൈസ്കൂളിലൊക്കെ പോയി കൈ തിരഞ്ഞെടുത്ത പാപ്പുണ്ട്. കഴിഞ്ഞ തവണ അപ്പൊ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചില്ലേ എല്ലാവരും? വാപ്പാടെ പാട്ടൊക്കെ കണ്ടു. ഇത്തവണ ഇനി എപ്പോഴാ പാടുന്നേ? പിന്നെ പാടാൻ സമയം കിടക്കില്ലേ അമ്മ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ കേട്ടാ. അങ്ങനെ ഇതാ നാത്തൂൻ വണ്ടി എടുത്തോണ്ട് വരുവാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഷോപ്പിലോട്ട് പോകാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി 2 ഗിഫ്റ്റൊക്കെ ഉണ്ട്. അത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ അത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞാനത് ഗിഫ്റ്റ് ഹാമ്പറിന് വേണ്ടി കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കരുനാഗപ്പള്ളിയുടെ ഷോപ്പിലാണ് ഷർട്ട് വാങ്ങാൻ പോയത് കേട്ടോ. കുറേ ഷർട്ട് നോക്കി, ചെക്കിൻ്റെ ഷർട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഷെഫിയുടെ സൈസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ടാണ് വാങ്ങിയ. ബ്ലാക്ക് ഷർട്ട് ഷെഫിക്കില്ല കേട്ടോ, ടീഷർട്ടേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പാൻറ്റൊന്നും വാങ്ങിയില്ല, പാൻറ്റ് കറക്റ്റ് സൈസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാൻറ്റ് വാങ്ങാൻ വേണ്ടി വേറൊരു ഷോപ്പിലാണ് പോയത്. അതിന് മുന്നേ ഞങ്ങൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ദാഹിച്ചോട്ടോ, ഭയങ്കര ചൂടല്ലേ നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച്, ജ്യൂസും കൽമാസും കിട്ടും, അതൊക്കെ കഴിച്ചിട്ട്. കൽമാസ് നാത്തൂന് അറിയത്തില്ലായിരുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതാണ് കൽമാസ് എന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പാൻറ്റ് വാങ്ങാൻ വേണ്ടി വേറൊരു ഷോപ്പിൽ പോയി. അങ്ങനെ പാൻറ്റൊക്കെ എടുത്ത് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. ഡ്രസ്സ് വാങ്ങിയത് ഷെഫിക്ക് അറിയത്തില്ല കേട്ടോ. ഷെഫി ആണെങ്കിലുണ്ടല്ലോ അപ്പൂസുമായിട്ട് പിന്നെ പുറത്തോട്ട് പോയേക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് ആമ്പറിന്. അപ്പം ഗിഫ്റ്റ് ആമ്പറിന് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഗിഫ്റ്റ് ആമ്പറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. നാളെ ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ. നാളെ ഷെഫിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് ഷെഫിക്ക് ഹൗസ് ബോട്ടിൽ പോകണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ടും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ അബ്ദുള്ള. അപ്പോൾ ഞങ്ങൾ നാളെ ഹൗസ് ബോട്ടിന് പോവാണ്. അങ്ങനെ ഷെഫിയുടെ ഗിഫ്റ്റ് ഹാമ്പർ വന്നു കേട്ടോ. അങ്ങനെ ഞാനത് വാങ്ങിക്കാൻ പോവാണ്. ഇതൊരു ഗിഫ്റ്റ് ഹാമ്പർ, പിന്നെ 3 എണ്ണം ഉണ്ട് കേട്ടോ, വേറെ 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഷെഫി വരുന്നതിന് മുന്നേ നേരത്തെ അതെടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. ഷെഫി പുറത്തോട്ട് പോയേക്കുവാണ് കേട്ടോ, ഷെഫി വീട്ടിലില്ല. അബ്ദുള്ള ഓപ്പൺ ആക്കുന്ന കേക്കൊക്കെ കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ രാവിലത്തെ വീഡിയോയിൽ കാണാവേ. ഞാൻ ഈ സാധനമൊക്കെ കൊണ്ടൊന്ന് ഹൈഡ് ചെയ്ത് വെക്കട്ടെ. അങ്ങനത്തെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ സർപ്രൈസ് എല്ലാം ചീറ്റിപ്പോയി. എന്താണെന്നറിയാമോ, അബ്ദുള്ള ഞാനും നാത്തൂനും കൂടെ രാത്രിയിൽ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ, കുറച്ചുകൂടെ റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബ്ദുള്ള പോയിട്ട് പറഞ്ഞ് വാപ്പി പിന്നെ അതുകൊണ്ട് ഉമ്മിയും മാമിയും കൂടെ അവിടെ ഗിഫ്റ്റൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞ് ഈ അബ്ദുള്ള കൊണ്ടൊന്ന് പൊട്ടിച്ചു. ഷെഫി ബർത്ത്ഡേ പോയി വരൂ വാപ്പാ, നമ്മളെവിടെ പോവാ? പാപ്പ ഇത് പുതിയായി പോകാൻ പോയതാട്ടോ. വാപ്പ ഉമ്മായി വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മൾ മാത്രം പോട്ടെന്നാണ് വരാൻ പറഞ്ഞു. അങ്ങനെ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, വരാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഉമ്മക്ക് അത്ര ഇഷ്ടമില്ല. എന്നാ എവിടെ പോവാ? ടൂറ് ആണോ? അപ്പൊ ഞങ്ങള് പോട്ടെ കേട്ടോ. ബർത്ത്ഡേ പോയി വരൂ കണ്ടില്ലല്ലോ. ബാ ഇപ്പറിരിക്കും. ഇവിടെ ഉള്ളു കേട്ടോ. എവിടെ പോവാ? എന്താ ഇന്ന് സ്പെഷ്യല്? പ്രത്യേകത എന്താ? എനിക്കറിയില്ല. അറിയത്തില്ലേ? ഒരു ഹൗസ് ബോട്ടിന്റെ ആരും വിളിച്ചു പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ ഞങ്ങള് പോട്ട് വരട്ടെ. ആലപ്പുഴ ചെല്ലണം. ആലപ്പുഴ ഇപ്പൊ തന്നെ ഓൾറെഡി 8:30 ആലപ്പുഴ ചെന്നിട്ട് വേണം ബോട്ടിന് പോകാൻ. 11 മണിക്കാ ടൈം. അങ്ങനെ എല്ലാവരും വണ്ടിയിലോട്ടൊക്കെ റെഡി ആവുകയാണ്. അബ്ദുള്ള ചെരുപ്പിട്. അബ്ദുള്ള ചെരുപ്പിട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങുവാണ് കേട്ടോ.
ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു കേക്കിന് ഓർഡർ കൊടുത്തത് കേട്ടോ. അപ്പം ദേ അമ്മാനും ഫാത്തിമായും കൂടെ കേക്ക് വാങ്ങിച്ചോണ്ട് വരുവാ. വേഗം വാ. കേക്ക് നമുക്ക് ബാക്കിൽ വെക്കാം. വാ ഫാത്തിമ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മെഴുകുതിരി വാങ്ങിക്കാൻ മറന്നു. ഞാൻ കടയിൽ പോയിട്ട് മെഴുകുതിരിയൊക്കെ മേടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. അബ്ദുള്ളക്ക് ഇവിടെ വന്നപ്പോഴത്തേന് ദാഹം തുടങ്ങിയ ജ്യൂസൊക്കെ കുടിക്കുക. അബ്ദുള്ള ഷെഫിദേ അവരെ വിളിക്കുക. വരട്ടെ, എന്നിട്ട് നമുക്ക് ബോട്ടിൽ പോവാം. അങ്ങനെ നമ്മുടെ ആ ഒരു കാറ് ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്യാൻ അവർ പറഞ്ഞ് നമ്മളങ്ങനെ ബോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉപ്പയും ഉമ്മയും നാത്തൂനും എല്ലായിട്ടും കേക്കും അതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് ഒരു 5 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ. അങ്ങനെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ബോട്ടിനടുത്തോട്ട്. നമുക്ക് ഈ ഒരു ഹൗസ് ബോട്ട് ഏർപ്പാടാക്കി തന്ന നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. നദീറ എന്നാണ് പുള്ളിയുടെ പേര്. ഡ്രീം വേ ടൂർ പ്ലാനേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ് കേട്ടോ. അവർ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, അതുപോലെ ഹോട്ടൽ, ഹൗസ് ബോട്ട്, ബാച്ചിലേഴ്സിന് പോകാനുള്ളത് കംപ്ലീറ്റ് A to Z ഉണ്ട് കേട്ടോ. അതുപോലെ സ്കൂള്, കോളേജ്, അങ്ങനെ എല്ലാം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എൻക്വയറി വേണമെങ്കിൽ ഞാൻ അവരുടെ ഒരു പോസ്റ്റ് ഈ പോസ്റ്റിനൊപ്പം കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ പേയ്മെൻറ്റൊക്കെയാണ് കേട്ടോ. ഒരുപാട് പൈസ ചാർജോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിലെത്തി. അവർ നമുക്ക് കുടിക്കാനായിട്ട് വെൽക്കം ഡ്രിങ്ക് തന്നത് നാരങ്ങ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യേണ്ടേ. അങ്ങനെ ഞാനാണെങ്കിൽ ആ കേക്കൊക്കെ എടുത്ത് ടേബിളിൻ്റെ പുറത്തോട്ട് വെക്കുവാണ്. അബ്ദുള്ളക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തോളാഞ്ഞു പോയി. അബ്ദുള്ളക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കും ചോക്ലേറ്റും ഒക്കെ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വാപ്പാൻ്റെ ബർത്ത്ഡേ ആണ്, വെയിറ്റ് ചെയ്യുക അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ആ കേക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോഴത്തേന് കേക്കിൻ്റെ സൈഡിലാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. മാങ്കോൻ്റെ ആ ഒരു സൈഡിലെ കുറച്ച് പോർഷൻ അങ്ങ് പോയി. അത് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഷെഫിയെ വിളിക്കുവാണ് കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ ഷെവിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുവാണ്. ഗിഫ്റ്റൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അബ്ദുള്ള പോയി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പർ കണ്ട് എന്തൊക്കെയാണെന്ന് അതിലറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഷെവിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ അവിടുന്ന് വന്നപ്പോഴേ ഞാനൊരു ഗസ്സിൻ്റെ വാച്ച് കൊണ്ടുവന്നായിരുന്നു, പിന്നെ ഒരു QCയുടെ ഷൂവും, അതുപോലെ പിന്നെ ഷർട്ട് വാങ്ങിയത് പിന്നെ നിങ്ങൾ കണ്ടില്ല, അതൊക്കെയായിരുന്നു ഗിഫ്റ്റ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഉപ്പയും നാത്തൂനെല്ലായിട്ട് ഓരോരുത്തരായിട്ട് പിന്നെ ഷെഫിയുടെ കയ്യിൽ കൊടുത്തു. ആ ഗിഫ്റ്റ് ഹാമ്പർ നാത്തൂൻ്റെ വകയായിരുന്നു കേട്ടോ. അങ്ങനെ ഷെവിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം കുറേ നാളായിട്ട് ഷെവിയുടെ ആഗ്രഹമായിരുന്നു ഹൗസ് ബോട്ടിൽ പോകണമെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതുപോലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്തവണ എന്തായാലും ഷെവിയുടെ ബർത്ത്ഡേക്ക് ഹൗസ് ബോട്ടിൽ കൊണ്ടുപോകണമെന്ന്. കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൗസ് ബോട്ടിൽ പോകുന്നതും അതിലെ കരിമീൻ ഫ്രൈയും ഫുഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഹൗസ് ബോട്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് ആക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ ആ കേക്ക് മുറിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബോട്ടിൻ്റെ ഒരു കുറച്ച് ദൂരത്തോട്ട് പോകുമ്പം അവിടെ ഫ്രഷ് മീൻ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് മീൻ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഫ്രൈ ചെയ്തൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ പോയപ്പം വലിയ കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. ടൈഗർ കൊഞ്ചെന്ന് കണ്ടാൽ പറയുന്നത് ഭയങ്കര കൊഞ്ചമായിരുന്നു കേട്ടോ. അതിന് ഒരു 2000 രൂപ വരും 1 കിലോയ്ക്ക്. അങ്ങനെ അത് ½ kg മേടിച്ച് പിന്നെ വേറൊരു കൊഞ്ചുണ്ടായിരുന്നു. അങ്ങനെ 2 ടൈപ്പ് കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കൊഞ്ചൊക്കെ വാങ്ങിച്ച് നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെയും പോയിട്ട് ഒരു റൂമുണ്ട്, പിന്നെ ആ ഒരു റൂമും പിന്നെ ബാത്റൂമും സിറ്റിംഗ് റൂമും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിട്ട് കിടന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ലഞ്ചിൻ്റെ ടൈം ആയപ്പം പിന്നെ അവർ ലഞ്ചൊക്കെ നമുക്ക് അത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ലഞ്ചായിട്ട് നമുക്കുണ്ടായിരുന്നത് ചോറ്, സാമ്പാർ,
ചിക്കൻ കറി. ഇപ്പം ചിക്കൻ കറി ഞങ്ങളാരും കൂട്ടിയില്ല കേട്ടോ, ചിക്കൻ അത്ര ഇഷ്ടമില്ല. പിന്നെ കരിമീൻ ഫ്രൈ, അതുപോലെ കൊഞ്ച് ഫ്രൈ, തോരന്, അവിയൽ, പിന്നെ അവിയലില്ല, തോരന്, മോര്, അതുപോലെ സാമ്പാർ, മെഴുക്ക് പുരട്ടി, അതൊക്കെയായിരുന്നു കേട്ടോ. അച്ചാർ, പപ്പടം, അങ്ങനെ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അവർ നമ്മളോട് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ എടുക്കണോ അതോ പിറ്റേന്നും കൂടെ വേണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞത് രാവിലെ ഒരു 11 മണി തൊട്ട് നമുക്കൊരു വൈകിട്ട് 5 മണി വരെ മതിയെന്നായിരുന്നു കേട്ടോ. അപ്പം ഉമ്മയ്ക്കാണെങ്കിൽ നല്ല കാലുവേദന ഉണ്ട്. അപ്പോൾ ഉമ്മയ്ക്കാണെങ്കിൽ ഒരുപാടൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉമ്മയാണ് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഉമ്മയെ കൊണ്ടുവരുന്നത്. അപ്പം ഹൗസ് ബോട്ട് ആയതുകൊണ്ട് പിന്നെ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ 5 മണി തൊട്ട് രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയായിരുന്നു നമ്മുടെ ടൈമിങ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, ലഞ്ചും അതുപോലെ പിന്നെ വൈകിട്ട് ചായക്ക് നമുക്ക് സ്നാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയായിരുന്നു നമുക്ക് അവർ ഫുഡായിട്ട് തന്നത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ അവിടേക്കൊക്കെ ഒന്ന് കറങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഷെഫിയുടെ ബർത്ത്ഡേ കേട്ടോ. അങ്ങനെ ഷെഫി ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോകുന്നത്. ഞങ്ങളാരും ഇങ്ങനെ പോയിട്ടൊന്നുമില്ല ഹൗസ് ബോട്ടിൽ കേട്ടോ. സാധാ ബോട്ടിൽ പോകും, പക്ഷേ ഹൗസ് ബോട്ടിലൊരു ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഷെഫിയുടെ 44ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെന്താ, പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കാം. കാരണം നാട്ടിൽ വന്നാൽ അറിയാമല്ലോ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്ന് എഡിറ്റ് ചെയ്യാൻ തന്നെ ഞാനിപ്പോൾ രാത്രിയിൽ കുത്തിയിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. ഭയങ്കര പാടാണ്, എഡിറ്റ് ചെയ്യണം, പിന്നെ വീഡിയോ ഇടണം. ഇപ്പോൾ നാട്ടിൽ വന്നാൽ ആകെ 45 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കവർ ചെയ്തിട്ടെടുക്കാം, മാക്സിമം കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ഒരു കൊച്ചു വീടാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വലിയൊരു വീടൊക്കെ വെക്കണം എന്നൊക്കെ ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ആങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീട് വിറ്റിട്ട് ഞങ്ങൾ നല്ലൊരു വീട് വെക്കും. ഞങ്ങളുടെ ഡ്രീമാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വീട് കാണിക്കാം. അതുപോലെ ഡേ ആൻഡ് മൈ ലൈഫ് ചോദിച്ചു, അത് കാണിക്കാം. നാട്ടിലെ വീഡിയോസ് മാക്സിമം ഇടണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് ആവും വിധം ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ അതുപോലെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. മഴ പെയ്താൽ ഗൾഫിലിരുന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് കേട്ടോ. അവരൊക്കെ ചോദിച്ചു നാട്ടിൽ വന്നിട്ട് മഴയുണ്ടോയെന്ന്. മഴ ഇന്നുണ്ടെങ്കിൽ നാളെ ചൂടാണ്, ഭയങ്കര ചൂടാണ്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഹാപ്പിയല്ലേ. നാട്ടിൽ വന്നാൽ ഉപ്പേനെയും ഉമ്മേനെയൊക്കെ ആയിട്ട് പോകുമ്പോഴെന്ന് പറയുന്നത് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സന്തോഷമില്ല, ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്രയൊക്കെ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളെക്കാളൊക്കെ ഹാപ്പി അബ്ദുള്ളയാണ് കേട്ടോ. അബ്ദുള്ള ഈ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പം അബ്ദുള്ള പറയുവാണ്, തിരിച്ച് ഞാൻ ഗൾഫിലോട്ട് പോകുന്നില്ല, ഞാൻ പിന്നെ ബഹ്റൈനിൽ തന്നെ നാട്ടിൽ തന്നെ നിൽക്കുവാണ്, എനിക്ക് നാട് മതിയെന്ന് പറഞ്ഞു. കാരണം പഠിക്കാൻ പോകണ്ടല്ലോ. ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ബോട്ടിലൊക്കെ ഇരുന്നപ്പോൾ നമുക്കൊരു വലിയ പേടിയാണ്, കാരണം സൈഡിലൊന്നും അങ്ങനെ കെട്ടിയിട്ടിട്ടൊന്നും ഇല്ലല്ലോ. കാരണം കിടന്ന് ഭയങ്കര ബഹളമാണ്, വെള്ളത്തിലിറങ്ങണമെന്നൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് കൈ പിടിച്ചു വെച്ചിരുന്ന് ഓടാതെയും ചാടാതെയൊക്കെ. അങ്ങനെ പിന്നെ വൈകിട്ട് നമ്മളൊരു 5 മണിയൊക്കെ പിന്നെ ചായ സ്നാക്കൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ചായ സ്നാക്കൊക്കെ ആയിരുന്നു തന്നത് കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് നമ്മളൊരു 5 മണിയായപ്പോൾ നമ്മുടെ ബോട്ട് എവിടെ നിന്നാണോ പിന്നെ നമ്മളെ എടുത്തത് അവിടെ തന്നെ അവർ ലാൻഡ് ചെയ്ത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് ആലപ്പുഴയാണ് കേട്ടോ സ്ഥലം. എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിലുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും. അങ്ങനെ നമ്മളെ ആലപ്പുഴയിൽ നിന്നായിരുന്നു നമ്മൾ കയറിയത്. അങ്ങനെ അവിടെ തന്നെ നമ്മൾ തിരിച്ചിറക്കി. അങ്ങനെ തിരിച്ച് നമ്മളിവിടെ വീട്ടിൽ വന്നു. പിന്നെ വഴിയിൽ നിന്നൊക്കെയായിരുന്നു ഡിന്നർ കഴിച്ചത് കേട്ടോ. വഴിയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. വീട്ടിൽ വന്നപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു 8 മണിയായി കേട്ടോ. കുറച്ച് ദൂരമുണ്ട് ആലപ്പുഴയിൽ ഞങ്ങൾക്ക് വരാൻ. അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറെന്താ, ഈ ഒരു വീഡിയോസൊക്കെ പിന്നെ നിങ്ങൾക്ക് നാട്ടിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഹാപ്പിയല്ലേ. പിന്നെ പറയാൻ മറന്നു, കുറേ പേര് പറഞ്ഞായിരുന്നു ഷൈനയ്ക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ പ്ലേ ബട്ടൺ കിട്ടണേന്ന്. സത്യത്തിൽ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഈ ഒരു സിൽവർ ബട്ടൺ കിട്ടണമെന്ന്. കാരണം എനിക്ക് ഈ ഒരു സിൽവർ ബട്ടൺ കിട്ടിയില്ലെങ്കിൽ ഞാനിനി നാട്ടിൽ പോയിട്ട് വീണ്ടും 2 വർഷം കൂടുമ്പോഴേ എനിക്ക് ഈ ഒരു സിൽവർ ബട്ടൺ വാങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അതിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹമാണ്, സത്യമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം യൂട്യൂബിൽ ഇത്രയൊന്നും ആവുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ്. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും, പടച്ചോനെ എനിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു സിൽവർ ബട്ടൺ എൻ്റെ കൈ കൊണ്ട് എനിക്കത് വാങ്ങിക്കാൻ പറ്റണമെന്ന് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നാട്ടിൽ പോകുന്നതിന്
മുന്നേ ഈ ഒരു സിൽവർ ബോട്ടിൽ എൻ്റെ കൈ കൊണ്ട് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലെ യാത്രയെല്ലാം കഴിഞ്ഞിട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റൂം കേട്ടോ. ഈ ഒരു റൂമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട്ലി ബഡ്ജറ്റാണ്. അപ്പം പ്രൈസ് ഒന്നും ഒരുപാട് ആവത്തൊന്നുമില്ല കേട്ടോ. വലിയ ബോട്ടായിരുന്നു. നമ്മൾ 7 പേരെ ഉള്ളതുകൊണ്ട് സിംഗിൾ ബോട്ടായിരുന്നു എടുത്തത് കേട്ടോ. പിന്നെ വലിയ ബോട്ടും വലിയ ഫാമിലിക്ക് കൊണ്ട് വലിയ ബോട്ടൊക്കെ ഉണ്ട്. നമ്മൾ കൊച്ചു ബോട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും എൻ്റെ വീട്ടിലെ എൻ്റെ ഹോം ടൂർ കാട്ടെ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, എൻ്റെ ആങ്ങളയ്ക്കാണെങ്കിൽ ഞാൻ ഇത്തവണ വരാൻ പറ്റില്ല കേട്ടോ. കാരണം അവന് 2 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പം അവന് ഞങ്ങൾ പോകുമ്പോൾ എവിടെ പോയാലും രാവിലെ വിളിക്കും, നിങ്ങൾ എത്തിയോ, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് ഭയങ്കര സങ്കടമായി കേട്ടോ. തിരിച്ച് പിന്നെ അവന് വരാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ 2 വർഷം ആയില്ല. അവന് സെപ്റ്റംബർ ആവും 2 വർഷം ആവാനും. അപ്പോൾ അവനില്ലാത്തൊരു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത്തവണ അവനെ വല്ലാണ്ട് മിസ് ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത വീഡിയോസാണ്. അവന് എൻ്റെ അടുത്തേക്ക് വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. കാരണം അവൻ ഈ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തവണ വരുമ്പം അവനോട്ട് ഒരുമിച്ച് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു. ബൈ ബൈ.